നമസ്കാരം, ഞാൻ റോസ്മേരി ആന്റണി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നമ്മുടെ കുട്ടികളോട് പോർണോഗ്രാഫിയെ പറ്റി സംസാരിക്കാവോ? ഇപ്പോൾ പല മാതാപിതാക്കളും നമ്മളെ കാണുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം സർവ്വസാധാരണമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അതായത് ഒറ്റ ക്ലിക്കിലൂടെ ഏത് വിവരങ്ങളും ഇൻ്റർനെറ്റിൽ നിന്നും കമ്പ്യൂട്ടറിൻ്റെയും അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോണിൻ്റെയോ സഹായത്തോടെ വളരെയധികം നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഏത് തരം വിവരങ്ങളും ചിത്രങ്ങളും ഇൻ്റർനെറ്റ് വഴി ലഭിക്കുന്നതിനാൽ ഈ പറഞ്ഞ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇതുവഴി പ്രചരിക്കുന്നുണ്ട്. ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിച്ചാലും ഒരു ആക്സിഡൻ്റലായി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോൺ കണ്ടന്റ് ഉള്ള വീഡിയോസോ ചിത്രങ്ങളോ ലഭിക്കുവാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ അവിചാരിതമായി എക്സ്പ്ലിസിറ്റ് കണ്ടന്റ് ഉള്ള വീഡിയോസോ ചിത്രങ്ങളോ ഇമ്മച്വർ ആയിട്ടുള്ള പ്രായത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുവാനിടയായാൽ സെക്ഷുവാലിറ്റിയെക്കുറിച്ചിട്ടും ബന്ധങ്ങളെക്കുറിച്ചിട്ടും അവരുടെ കാഴ്ചപ്പാടിനെ അവരുടെ പെർസെപ്ഷനെ തന്നെ അത് സാരമായി അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ മാനസികവും വൈകാരികവുമായ ആരോഗ്യത്തെ അത് ദോഷകരമായി ബാധിക്കുകയും കൂടാതെ അനാവശ്യമായിട്ടുള്ള ഒരു ഗിൽട്ട് അല്ലെങ്കിൽ ഒരു നാണവും കുറ്റബോധവും കൺഫ്യൂഷൻസും ഉടലെടുക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യും. അപ്പോൾ അൺറിയലിസ്റ്റിക്കും അല്ലെങ്കിൽ ഒരു ഡിസോർട്ടഡും വയലൻറ്റുമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ള പോൺ വീഡിയോസ് കാണുന്നവരുടെ ഒരു സെൽഫ് എസ്റ്റീമിനെയും ബാധിക്കുക മാത്രമല്ല സ്വന്തം ശരീരത്തെക്കുറിച്ചിട്ട് തെറ്റായ ബോധ്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു വരാറുണ്ട്. പോർണോഗ്രാഫിയെ പറ്റി കുട്ടികളോട് തുറന്ന് സംസാരിക്കുന്നത് കൊണ്ടിട്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും പാരൻസിനൊരു മടിയാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ എൻ്റെ കുട്ടിയോട് തുറന്ന് സംസാരിക്കേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ വികാരങ്ങളെ ആരോഗ്യപരമായി കൈകാര്യം ചെയ്യാനും ഒരു ഇമോഷണൽ വെൽബീയിങ് സംരക്ഷിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്നത് ഇങ്ങനെയുള്ള തുറന്നു പറച്ചിലുകളിലൂടെയാണ്. ഹാംഫുള്ളും അൺസ്യൂട്ടബിളുമായിട്ടുള്ള കാര്യങ്ങൾ റെക്കഗ്നൈസ് ചെയ്യുന്നതിനും ഒഴിവാക്കുന്നതും ഇങ്ങനെയുള്ള ഒരു തുറന്നു പറച്ചിലുകൾ സഹായിച്ചേക്കാം. അപ്പോൾ ലൈംഗികതയെപ്പറ്റി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് രൂപപ്പെടുത്താനും സാധിക്കും. സെക്സ്, റിലേഷൻഷിപ്സ് എന്നിവയെക്കുറിച്ചിട്ട് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു പെർസെപ്ഷൻ ഡെവലപ്പ് ചെയ്യാനും ഇത് സഹായിക്കുന്നു. അപ്പോൾ കുട്ടികളോട് പലപ്പോഴും പലതിനെയും കുറിച്ചിട്ട് തുറന്ന് സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല ഒരു മാർഗം. നമ്മുടെ കുഞ്ഞുങ്ങൾ പോൺ അഡിക്ട്സ് ആകാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. പലപ്പോഴും ഇപ്പോൾ പാരൻസൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു വരുന്നൊരു കാര്യം, കുട്ടികൾ എപ്പോഴും രഹസ്യമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നു, നമ്മൾ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ അതിൻ്റെ പാസ്വേഡ്സ് പറഞ്ഞു തരുന്നില്ല, അല്ലെങ്കിൽ ലാപ്ടോപ്സ് ഒളിപ്പിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ഏറ്റവും വലിയ വറിയും കുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഡിക്റ്റഡ് ആകോ എന്നുള്ളതാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ പോൺ അഡിക്ട്സ് ആകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇൻ്റർനെറ്റ് വ്യാപകമായതോടെ പോൺ വീഡിയോസും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു കൗമാരക്കാരുടെ അല്ലെങ്കിൽ ടീനേജേഴ്സിൻ്റെ വിരൽ തുമ്പിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരം സൈബർ കുറ്റകൃത്യങ്ങൾ ഏറ്റവും അധികം നടക്കുന്നത് പോൺ വ്യവസായവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് റിസർച്ച് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ വിവേകത്തോടെയും പക്വതയോടും കൂടി ഇൻ്റർനെറ്റും ഡിജിറ്റൽ ഉപകരണങ്ങളും ഉപയോഗിക്കാൻ നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കിയില്ല എങ്കിൽ അവരെ അത് ഇമോഷണലിയും മാനസിക ആരോഗ്യപരമായും നിയമപരമായും നിരവധി പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. സോ ഒരു പാരൻ്റ് എന്ന നിലയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോർണോഗ്രാഫിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചിട്ട് മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി സ്വീകരിക്കാവുന്ന ചില സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ടോക്ക് ടു യുവർ ചിൽഡ്രൻ അബൌട്ട് പോർണോഗ്രാഫി. പോർണോഗ്രാഫിയെ പറ്റി നമ്മുടെ കുട്ടികളോട് തുറന്ന് സംസാരിക്കുവാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ക്രിയേറ്റ് ആൻ ഓപ്പൺ ആൻഡ് കംഫർട്ടബിൾ സ്പേസ് ടു ടോക്ക്. കുട്ടികളോട് പോർണോഗ്രാഫിയെ പറ്റി സംസാരിക്കുന്നതിനായി ഒരു ഓപ്പൺ അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ സ്പേസ് തിരഞ്ഞെടുക്കാം. വളരെ കാഷ്വലായി വിമർശനങ്ങൾ ഒഴിവാക്കി മാത്രം അവരോട് കുറ്റപ്പെടുത്താതെ നമുക്കവരോട് സംസാരിക്കാൻ സാധിക്കണം. ഒരുമിച്ച് നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു ജോലി ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അവർക്കായിട്ട് എന്തെങ്കിലും ചെയ്യുന്നൊരു സമയത്തോ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തത്, ഡിലേ എക്സ്പോഷർ. കുട്ടികൾ പോൺ വാച്ച് ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുകയും അങ്ങനെയുള്ള സാധ്യതകൾ വൈകിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഇതെല്ലാവരുടെയും ഒരു വിരൽത്തുമ്പിലുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ റൂമുകളിൽ മൊബൈൽ ഫോണുകളോ കമ്പ്യൂട്ടറുകളോ സ്വകാര്യമായി ഉപയോഗിക്കുവാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്.
അടുത്തത് ബി സിമ്പിൾ ആൻഡ് ഡയറക്റ്റ്. കുട്ടികൾ എന്തെങ്കിലും തരത്തിൽ പോർണോഗ്രാഫിയിലേക്ക് എക്സ്പോസ്ഡ് ആകുന്നതിന് മുമ്പേ അവരോട് ഇതിനെപ്പറ്റി സംസാരിക്കുക. അവരുടെ സംശയങ്ങൾ കൃത്യമായും സത്യസന്ധമായും മറുപടി നൽകുക എന്നുള്ളതാണ്. അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരെ കേട്ട് അവരുടെ കാര്യങ്ങൾ തുറന്നു പറയും, അവരുടെ ഡൗട്ട്സ് മാറ്റിക്കൊടുക്കാനും നമുക്ക് സാധിക്കണം. അവോയ്ഡ് ഷെയ്മിങ്. പോൺസിനെ പറ്റി സംസാരിക്കുമ്പോൾ ഷെയിം ഇല്ലാതെ സംസാരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. സംസാരിക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാവുന്ന ക്യൂരിയോസിറ്റിയും പ്രതികരണങ്ങളും വളരെയധികം സാധാരണമാണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അവരുടെ സംശയങ്ങൾക്ക് വ്യക്തമായി മറുപടി നൽകുകയും ചെയ്യണം. അടുത്തത് ടോക്ക് അബൌട്ട് പോൺ വേഴ്സസ് സെക്സ്. പോൺ വീഡിയോസ് പലപ്പോഴായും കാണുന്ന വ്യക്തികൾ യഥാർത്ഥത്തിൽ ധരിച്ചിരിക്കുന്ന അതാണ് ഒരു റിയൽ സെക്സ് എന്നുള്ളതാണ്. അപ്പോൾ പോണോഗ്രാഫിയെ പറ്റി സംസാരിക്കുമ്പോൾ റിയൽ ലൈഫ് സെക്സിനെ പറ്റിയും കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. എന്താണ് ഒരു റിയൽ ലൈഫ് സെക്സ്? ഇത്തരം പോൺസിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ അവർക്ക് അത്തരം വീഡിയോ കണ്ടുവരുന്നതിലൂടെ ആ ഒരു പെർസ്പെക്റ്റീവും ആ ഒരു കാഴ്ചപ്പാടുമായിരിക്കും സെക്സിനെ കുറിച്ചിട്ട്. അപ്പോൾ എന്താണ് ഒരു റിയൽ ലൈഫ് സെക്സ്, എന്താണ് പോർണോഗ്രാഫി എന്ന് അവരോട് പറഞ്ഞു കൊടുക്കാൻ നമ്മൾക്കൊണ്ട് സാധിക്കണം. പ്രൊമോട്ട് ഡിസ്കഷൻസ് അബൌട്ട് സേഫ് സെക്സ് ആൻഡ് കൺസേൺഡ്. ഒരു സെക്സ് ചെയ്യുന്നതിന് മുമ്പ്, ഇത്തരം കാര്യങ്ങൾ കടക്കുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ കൺസേൺ എടുക്കുന്നതും അല്ലെങ്കിൽ എന്താണ് ഒരു സേഫ് സെക്സ് എന്നും കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നോ വെൻ ടു സീക്ക് യുവർ പ്രൊഫഷണൽ ഹെൽപ്പ്. ഇതെല്ലാം പറയാനോ അല്ലെങ്കിൽ ഒരു കുട്ടികളുമായിട്ട് നിങ്ങൾക്ക് ഇത്തരം ഡിസ്കഷൻസ് ഡയറക്റ്റ്ലി നടത്താൻ ബുദ്ധിമുട്ടുള്ള ഒരു പേരൻ്റ് ആണ് നിങ്ങളെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു അറിവുള്ള ഒരു മുതിർന്ന വ്യക്തിയുമായി ഇത് സംസാരിച്ച് കുട്ടിയുമായിട്ട് ഒരു ഡിസ്കഷൻ നടത്താനായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഇത്തരം വീഡിയോസോ ചിത്രങ്ങളോ കാണുമ്പോൾ അവരെ ഷെയിം ചെയ്യാതെ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താതെ എന്താണ് ഒരു സേഫ് സെക്സ്, എന്താണ് പോർണോഗ്രാഫി എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പാരൻസിന് സാധിക്കണം എന്നുള്ളതാണ്. താങ്ക് യു.